നമ്മളെ എന്താ പറയുക, ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങളെല്ലാവരും, എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഉണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്, ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരോടും പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്, നമുക്ക് ഒന്നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞാൽ തളർന്ന് കൊടുക്കാനും വിട്ട് കൊടുക്കാനും ഉദ്ദേശമില്ല. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശമില്ല. അങ്ങനെ ഒരു ഉദ്ദേശം ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഡിമാൻഡ് വെക്കുകയാണെങ്കിൽ നാട്ടിൽ പോകുന്നല്ലാണ്ട് ഇത് ഇനി ഞാൻ വിട്ടെറിഞ്ഞ് പോകുന്ന ഒരു പരിപാടിയില്ല, യൂട്യൂബ് വിട്ടെറിഞ്ഞ് പോകുന്ന ഒരു പരിപാടിയില്ല. അതിന് അത്രമാത്രം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ രണ്ടാമത് റീഓപ്പൺ ചെയ്യാണ്, രണ്ടാമത് ഒന്നീന്ന് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഉണ്ടാവണം. എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളെ വീഡിയോ പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ ദഫ്നയിലാണ്. ഓക്കെ, ദഫ്നയിലേക്ക് ഞാൻ ഓട്ടം വന്നതാണ്. ഏതിനാ ഒന്നും ചോദിക്കരുത്, അതൊന്നും നമുക്ക് അലൗഡല്ല. അപ്പോൾ അലൗഡുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഓക്കെ, ദഫ്നയിലുള്ള കോർണി സൈഡാണിത്. ഓക്കെ, ഈ ഭാഗം നമ്മളിതിൻ്റെ മുന്നതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, പകലാണ് എടുത്തത്. ഇവിടെ നമ്മൾ പകലാണ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു ഉയരം നോക്കി, എന്താ കൊത്തുകുയിനാറോ അടച്ചോനെ, സംഭവം അടിപൊളിയല്ലേ. ഇനി കുറച്ചിങ്ങനെ നടന്നു, അവിടെ എന്തോ ഒരു സംഭവം കാണുന്നുണ്ട്, വെൽക്കം നൈറ്റ് സമ്മിറ്റോ അങ്ങനെന്തോ സംഭവം ഉണ്ടോ, ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നുണ്ട്. ഇവിടുത്തെ ലൈറ്റിനൊക്കെ ഭയങ്കര പ്രത്യേകത കണ്ടോ, ശ്രദ്ധിച്ചണോ? ഈ ലൈറ്റിനൊരു പ്രത്യേകത ഉണ്ട്, എന്താണെന്ന് മനസ്സിലായോ? ഈന്തപ്പനൻ്റെ ഓലല്ലേ, അതിൻ്റെ ഒരു കട്ടില്ല, ഒരു ഷേപ്പില്ല, അത് ശരിക്കും നോക്കട്ടാ, കണ്ടാ? തെങ്ങിൻ്റെ ഓല അതുപോലെയൊക്കെ. ഇത് ഈന്തപ്പനൻ്റെ ഓലിൻ്റെ ഒരു ടൈപ്പാണ്. അതാണ് ഇവിടെ മൊത്തം ഈ കോർണർ സൈഡ് മൊത്തം കൊടുത്തത് ലൈറ്റ്. ഓക്കെ, ഇനി വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതുണ്ടോ, ഇത് ഫുള്ള് ഇൻ്റർലോക്കാണ്. ഈ ഇൻ്റർലോക്ക് തന്നെയാണ് ഈ റോഡ് മുഴുവൻ. ഇതിവിടെ ഇടാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് ബീച്ച് സൈഡാണ്. അപ്പോൾ കടൽ അഥവാ എങ്ങാനും വെള്ളം പൊന്തി കഴിഞ്ഞാൽ ഇൻ്റർലോക്ക് ബെറ്ററല്ലേ, ധാറാണെന്നുണ്ടെങ്കിൽ ഒലിച്ചു പോലെ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷേ റോഡ് അടിപൊളിയാട്ടോ, ഇൻ്റർലോക്ക് ആണെങ്കിലും റോഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, ഇനി കുറച്ച് അപ്പുറത്ത് ഇവിടെ കുറച്ച് ഐറ്റംസുകൾ കാണാനുണ്ട്. ഈ ദഫ്നക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. രാത്രി ആയി കഴിഞ്ഞാൽ വരികയാണെങ്കിൽ ദഫ്ന, അതുപോലെ തന്നെ എന്താ പറയുക, കോർണിഷ്, ഈ ഏരിയയിലേക്ക് വരണം. എൻജോയ് ചെയ്യാൻ പറ്റിയ ഏരിയയാണ്, അടിപൊളി പ്ലേസാണ്. കാരണം ഇത് വേറെ ഒരു ലോകമാണ് ഈ ഏരിയ എന്ന് പറയുന്നത്. ലൈറ്റും പരിപാടികളും എല്ലാ സെറ്റപ്പുകളുള്ള ഒരു ഏരിയ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് കുറച്ചുകൂടെ വിഷ്വൽസ് കൂടി എടുക്കാം കേട്ടോ. അപ്പം നേരെ അങ്ങോട്ടേക്ക് വിടാം. ഞാൻ പറഞ്ഞില്ല, നല്ല വെളിച്ചവും നല്ല അടിപൊളി ക്ലൈമറ്റുമാണ്, നല്ല തണുപ്പുണ്ട്, എന്താ രസം, അടിപൊളി. പക്ഷെ അങ്ങോട്ട് കയറ്റി വിടൂല, അതാണുള്ള പ്രശ്നം. ബീച്ചാണ് ഇതൊക്കെ, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നടന്ന് എവിടേക്കോ എത്തിയാണ്. ഇപ്പോൾ വിളി വന്നാൽ പണി കിട്ടും. ഏതാ ഹോട്ടല്? ഹിൽട്ടോണ്. അങ്ങനെ എത്തി നടന്ന് ചന്ദ്രനെ കണ്ടു. ഓപ്പൺ ബീച്ചാണ്. അയ്യോ, ഇവിടെ പകൽ വന്ന അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ എന്തോ സെറ്റപ്പൊക്കെ ഉണ്ട്. എന്താ അല്ലേ വിളിച്ചടിക്കുന്നു. ഇത് കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ലൈറ്റ് അടിക്കുമ്പോഴേ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, പണ്ട് നമ്മൾ കോഴിക്കോട് മീൻ പിടിക്കാൻ പോയലുണ്ട്, ചാലിയത്ത്. അപ്പം ഈ സമയത്താണ് പോവുക, രാത്രി സമയത്തേ. അപ്പോൾ ഇതുപോലെ ചന്ദ്രന് ലൈറ്റ് അടിക്കുമ്പോൾ ആ ഒരു ഫീല് അടിപൊളി.
അതാ ഈശൊക്കെ ഇരിക്കുന്നത്. ഫുൾ ബീച്ചാണ്. എന്താ ഓക്കെ, അവിടെ ആ കടലിൻ്റെ തീരത്ത് പോയപ്പോഴേ അവിടെ കുറേ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്, നല്ല മീൻ പിടിക്കുന്നുണ്ട്. ഫിലിപ്പീനീസ് കുറേ ആൾ ടീമുണ്ട് കേട്ടോ, മീൻ പിടിക്കുന്നുണ്ട് അവിടെ. പക്ഷെ അവിടെ പകലാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു, നല്ല സ്ഥലം. അവിടെ പോയി നിന്ന് കുറച്ചു നേരം ശാന്തിയും സമാധാനമൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ പോരാ. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇങ്ങനത്തെ വീഡിയോസുകൾ പുറത്തുനിന്നുള്ള വീഡിയോസുകളൊക്കെ എടുക്കാം. പക്ഷേ നമുക്ക് ആവശ്യമില്ലാത്തതിലേക്ക് നമ്മൾ ഇനി കയറിയിട്ട് ഇടപെടേണ്ട ആവശ്യമില്ലാത്തടത്തേക്ക് നമ്മൾ ഇനി കയറി ഇടപെടില്ല. അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമ്മളുടെ കാര്യവും നോക്കിയിട്ട് ഇങ്ങനെ അവിടെ പോകും. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.